നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ കളയണത് കുറേ സ്വഭാവങ്ങളുണ്ട് നമുക്കല്ലേ. അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വിലയില്ലാണ്ടാക്കി തന്നെ കളയും. നമ്മൾ അറിയുകയില്ല നമ്മുടെ വിലയില്ലാണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്, എല്ലാവരും നമ്മളോട് ഇങ്ങനെ രീതിയിലാണ് പെരുമാറണം എന്നൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും, സ്നേഹത്തോടെയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളങ്ങ് മാറിക്കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ഓ പൊന്നെ സഹിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യും. ആരെക്കുറിച്ചെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല കേട്ടോ. അതായത് നമ്മുടെ വാല്യൂ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാതെ അതിനെ കളഞ്ഞു കുളിക്കുന്ന സ്വഭാവം കൊണ്ട് നമ്മൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ഒത്തിരി സംസാരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും തന്നെ പറയുന്ന, വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നതാട്ടോ, ഞാൻ പറയുന്നതല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിയാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചടപടാന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആരെങ്കിലും ഒരു രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയും, ആ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്ത് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയാ ഇങ്ങനെയാ, അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് മാത്രം മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം. മറ്റുള്ളവർ അവർ അതിനെക്കുറിച്ച് അങ്ങ് ഡയഗ്നോസ് ചെയ്ത് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു നോക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവർ. അതൊരു കൂട്ടർ. പിന്നെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കില്ലേ, അതായത് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സ്വഭാവം എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. നമ്മൾ കേട്ടോണ്ടിരിക്കുക. നമുക്കൊരു സമയമുണ്ട് പറയാൻ, അപ്പം നമ്മൾ പറഞ്ഞേക്കാം. ഇനിയിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ഒരു പറയാൻ നമുക്ക് വന്നു, നമുക്കങ്ങ് വെമ്പൽ കൊണ്ട് നിൽക്കുവാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പറയാം, ഞാനൊരു കാര്യം പറയട്ടെ എന്നും ചോദിച്ചിട്ട് നമുക്കങ്ങ് പറയാം, ഇല്ലേ? അല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒത്തിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലോ നമ്മൾ ചെന്ന് അബദ്ധത്തിൽ ചാടും, നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ചാടും. അത് മാത്രമേ മറ്റുള്ളവർ പിടിച്ചെടുക്കുകയുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ 100 നല്ല കാര്യങ്ങൾ ആരും മനസ്സിലാക്കില്ല. നമ്മൾ പറഞ്ഞ ഒരൊറ്റ തെറ്റെ പിടിച്ച് അവരിയ്ക്കുകയും ചെയ്യും. അപ്പം ഒരു കാര്യം ചെയ്യുക, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം നിർത്തുക. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചും അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയണത് കേട്ടിട്ടില്ലേ, സമയമില്ലാട്ടോ തിരക്കാട്ടോ എന്നിങ്ങനെ പറഞ്ഞ് ഒഴിവാകും. അതേപോലെ പറയും ചിലരിങ്ങനെ മണിക്കൂറിൽ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഇടപെടും. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഈ തിരക്കാണ് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പം എന്തെങ്കിലും ആ കണ്ടില്ലാത്ത ഭാവത്തിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ അവഗണിക്കുകയാണ്, നമുക്കുടെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോയി നമ്മുടെ സമയം കളയാതെ ഇരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക. എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞാൽ അവർ ചെയ്യും എന്നുള്ള വിചാരത്തിൽ അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. അതൊരു വെറുതെ കേട്ടോ. ആരെയും നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല, അവർ സ്വയം തീരുമാനിക്കണം. ചിലരുണ്ട് സുഹൃത്തുക്കളെ നന്നാക്കാൻ ശ്രമിക്കും, വീട്ടിലുള്ള അച്ഛനെ അമ്മേനെ ഭർത്താവിനെ ഭാര്യേനെ എന്ന് വേണ്ട മക്കളെ ഒക്കെ. നമ്മൾ പറയുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം പറയണമൊക്കെ എല്ലാവരും കേൾക്കും. പക്ഷെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഒരു കാര്യം അത് നമ്മുടെ മക്കളോടാട്ടെ ഭർത്താവിനോടാട്ടെ അല്ലെങ്കിൽ ഭാര്യയോടാട്ടെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവർ കേട്ടതുപോലും വെക്കില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷമാകും. നമ്മൾ പറയണ അവർ കേട്ടിട്ടില്ലല്ലോ എന്നോർത്തുണ്ട്. അവിടെ നമ്മുടെ വാല്യൂ ആണ് കുറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം പറയുക, നിങ്ങൾ കാണിക്കണത് ശരിയല്ല, ഈ പോയിട്ടുണ്ട്, നമുക്കത് രക്ഷയില്ല, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാണ്ട് സ്ഥിരം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില കളയുകയുള്ളൂ. നമ്മൾ ഈ പഠിക്കുക എന്ന് മക്കളോട് പറയില്ലേ, മിക്ക പിള്ളേരും പറഞ്ഞു ഇത് കേട്ട് മടുത്തു എന്ന്. അപ്പം നമ്മളെല്ലാം കാണിക്കണേ, എന്നും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞേക്കാം, പോയിരുന്നു പഠിക്കട്ടോ എന്നിങ്ങനെ പറഞ്ഞേക്കാം. അല്ലാണ്ട് നമ്മൾ സ്ഥിരം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കില്ല. ചില പിള്ളേർ വാശിക്കും കൂടെ പഠിക്കാണ്ടിരിക്കും. അപ്പം നമ്മുടെ വാല്യൂ നമ്മൾ കളയാതെ ഇരിക്കുക. പിന്നെ മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നടത്താം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഏക്കാണ്ടിരിക്കുക. നമുക്ക് സാധിക്കില്ല എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാ പറ്റും? നമ്മളത് ചെയ്തു കൊടുക്കില്ല. അപ്പം നമ്മുടെ വാല്യൂ കുറയും. അവർ പറഞ്ഞതായിരുന്നു എന്ന് പറയും. ചിലരുണ്ട് എന്ത് കാര്യങ്ങൾ ഞാൻ ഏറ്റുന്നേ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലർ പറയും അവനോട് പറഞ്ഞാൽ ആ കാര്യം സാധിക്കും എന്നിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? കാരണം എല്ലാ നാട്ടിലുള്ള വള്ളികളും മുഴുവൻ നമ്മളെ ഏറ്റോളും എന്നുള്ള രീതി ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരും. നമുക്ക് ഏതെങ്കിലും സമയത്ത് അത് ഒരെണ്ണം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവർ ഉടനെ പറഞ്ഞു നടക്കും, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കില്ല കേട്ടോ, അവനിപ്പോൾ അങ്ങനെയൊന്നും അല്ല, പണ്ടത്തെ പോലെയൊന്നും അല്ല എന്നിങ്ങനെ. അപ്പോഴും നമ്മുടെ വാല്യൂ പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മളൊന്ന് നോ പറയാൻ പഠിച്ചാൽ നല്ലതല്ലേ. ആദ്യമേ നമ്മളൊന്ന് ഒരു ലിമിറ്റ് വയ്ക്കുക. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം.
യേസ് പറയേണ്ടത് നമുക്കിപ്പം ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കാനാണെങ്കിൽ അവിടെ നമുക്ക് യേസ് പറയേണ്ടത് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ലോകത്തിലുള്ള ആശുപത്രിയിലെ ചീട്ടെടുക്കാൻ അല്ലെങ്കിൽ എന്നാ പറയണേ ഒരുത്തനോട് പോയി ഇച്ചിരി കാശ് ചോദിക്കാൻ, ഇങ്ങനെ ഞാനെല്ലാം ഏറ്റേക്കാം എന്ന് പറയണത് അതും ശരിയായ നടപടിയല്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. അല്ലാണ്ട് എല്ലാ കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അവസാനം നമുക്കൊരു വാല്യൂ ഇല്ലാണ്ടാക്കി തരികയുള്ളൂ. നമ്മളെ അവർക്ക് ഈ കാര്യം കാണാൻ വേണ്ടി മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ചിലർ നമ്മുടെ കൂടെ കൂടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ, എന്തെങ്കിലും അഡ്മിഷൻ്റെ കാര്യമോ ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ ആരെയെങ്കിലും നമുക്ക് പരിചയം ഉണ്ടായിരിക്കും. അവരെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ കൂടെ കൂടുന്നത്. എന്നാൽ ഇവരുടെ കയ്യിൽ നിന്നൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ഈ നമ്മുടെ കൂടെ നടക്കണവരോട് നമ്മളൊരു കാര്യം ചെയ്യുക, എടാ എനിക്കൊരു സഹായം ചെയ്യാവോ, അല്ലെ എടി ഒരു സഹായം ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഇവർ പൊടിയും തട്ടി എണീറ്റ് ആ കേട്ട പാടും വെക്കാതെ പോവുകയുള്ളൂ. അപ്പം നമ്മളൊന്ന് വിചാരിക്കണം, നമ്മുടെ കൂടെ കൂടുന്നവരെല്ലാം യഥാർത്ഥത്തിലുള്ളവർ ആയിരിക്കില്ല. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ലാഭം അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ വന്ന് നമ്മുടെ കൂടുള്ളൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ഇല്ലാന്നേ, അത് സത്യമായ കാര്യമാണ്. പിന്നെ നമ്മുടെ സംസാരം നമ്മുടെ വാല്യൂ കുറയ്ക്കും. ചിലരുടെ ഈ തെറിവാക്കുകളും പൊളിവാക്കുകളും ഒക്കെ പറയണ മനുഷ്യരുണ്ട്, കള്ളങ്ങൾ മാത്രം പറയുന്നത്. അവരെ നമ്മൾ വിശ്വസിക്കുകയില്ല, അവരുടെ വാല്യൂ അവർ തന്നെ കുറച്ച് കളയുന്നതാണ്. ചിലർ ഓരോ വാക്ക് പറയുമ്പോഴും വലിയ ഗമയ്ക്ക് ഓരോ ചീത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കും. അങ്ങനെ സംസാരിക്കുന്നവരെ ആർക്കെങ്കിലും ഇഷ്ടമാവുമോ? തമാശയായിട്ട് അവർ പറയുന്നത്, പക്ഷെ മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ചിലർ 4 പേര് കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവരെ കളിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വലിയ കേമന്മാരാന്ന് ഓർത്തുണ്ട്. അതും ആർക്കും ഇഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ സ്വന്തം വാല്യൂ കുറയ്ക്കുന്നത് സാധനങ്ങളാണ്. പിന്നെയുള്ള വസ്ത്രധാരണം, മാന്യമായ വസ്ത്രധാരണം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് നമ്മുടെ വാല്യൂ കൂട്ടുന്ന ഒരു സാധനം. ആ സമയത്ത് വൾഗറായിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വസ്ത്രധാരണം, അത് ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് ആണ് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. മരിച്ച വീട്ടിൽ പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോഴും, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷന് പോകുമ്പോഴും, ടൂറ് പോകുമ്പോഴും ഒക്കെ നമുക്ക് അതിൻ്റേതായ രൂപത്തിലുള്ള വസ്ത്രധാരണം നമ്മൾ ധരിക്കാം. ആ സമയത്തൊക്കെ നമ്മൾ വലിയ ആഡംബരം കാണിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. വലിയ വിലയുടെ വസ്ത്രങ്ങളൊന്നും ആരും ആഗ്രഹിക്കുന്നുമില്ല. വലിയ വിലയുടെ വസ്ത്രങ്ങളൊന്നും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ സാരികളിൽ എത്ര പേരുടെ വീട്ടിൽ ഇരിപ്പുണ്ട് വെറുതെ ഇരിക്കുന്നത്, ഒറ്റ പ്രാവശ്യം കൊടുത്തതൊക്കെ. അപ്പം അങ്ങനെയുള്ള ആഡംബരങ്ങളൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ചുമ്മാ അപ്പോഴത്തെ ഒരു കുറേ കാശ് കളയാൻ വേണ്ടി മേടിച്ച് കൂട്ടുന്നു എന്ന് മാത്രം. ഒരു പ്രയോജനമില്ലാത്ത കാശ് കളച്ചിൽ ഇല്ലേ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം. പിന്നെ അതിന് ഒരു ഉപയോഗവും ഇല്ലാണ്ട് അത് അവിടെ ഇരിക്കുകയും ചെയ്യും. അതും ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ. പിന്നെയുള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. മുഖത്ത് നോക്കി സംസാരിച്ച് കാര്യമുള്ള കാര്യങ്ങൾ പറയുക. കാര്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച്, അതായത് നമ്മൾ ഒരാളെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു വട്ടം ആലോചിക്കണം. നമ്മൾ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി എന്നാ പറയണേ, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഈ വളവളാന്നുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കുക. ചിലർ ഒരു കാര്യം പറയാൻ, അതായത് എനിക്കൊരു ജോലി വേണം എന്ന് പറയാൻ പോകുന്ന നമ്മുടെ പഴംപുരാണം, എൻ്റെ അച്ഛനായിട്ട് ഇങ്ങനെ നിങ്ങളെ അറിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ചേച്ചിയുടെ സ്വന്തത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ സാറെന്നറിയായിരുന്നു, അങ്ങനെ എങ്ങനെയാ സാറേ ഇങ്ങനെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മുഴുവൻ കഥയും പറഞ്ഞു കൊടുക്കും. അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ആരുടെ മോള അല്ലെങ്കിൽ ആരുടെ മോന എന്ന് ചോദിക്കാം. അതല്ലാണ്ട് നമ്മൾ ഈ പഴംപുരാണം നമ്മൾ ഇന്ന വീട്ടിലായിരുന്നു, ഇന്ന ആളുടെ മകളായിരുന്നു അല്ലെങ്കിൽ മകനായിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ അങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെന്ന ആവശ്യം പറയുക. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണേന് മറുപടി പറയുക. അതാ വേണ്ടത്. അല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു വാല്യൂ ഇല്ലാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചിലരോട് നമ്മൾ ഇറങ്ങിപ്പോകാൻ പറയേണ്ട വരും എന്നിങ്ങനെ. ഞാൻ ചില ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചിലർ വരുമ്പം ഇങ്ങനെ സംസാരിച്ച് കുറച്ച് വരുമ്പോൾ അവർ ഒന്ന് ഇറങ്ങിപ്പോകാവോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ വില കളയരുതപ്പോൾ ഇല്ലേ? അങ്ങനെ പറയിപ്പിക്കാനൊന്നും നമ്മൾ ഇട കൊടുക്കരുത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക മറ്റുള്ളവരുടെ അടുത്ത്. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുമ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പിന്നെയുണ്ട് ഈ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മുടെ വാല്യൂ കുറയ്ക്കും ഇല്ലേ? നാക്കെടുത്ത കുറ്റങ്ങളെ പറയുള്ളൂ, നമ്മുടെ കുറ്റം നമ്മൾ അറിയുകയില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ വാല്യൂ
കുറയ്ക്കുന്നതാണ്. അത് ചിലപ്പോൾ നമ്മൾ വിശ്വസ്തരായവരോടൊക്കെ ആയിരിക്കും ഇരുന്ന് പറയുന്നത്. പക്ഷേ അവരത്ര വിശ്വസ്തരൊന്നും ആയിരിക്കില്ല. അവർ മറ്റുള്ളവർ പറയും, അവർ അല്ലെങ്കിലും അവരവരുടെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെക്കുറിച്ച് അവരിങ്ങനെ പറയണേ, അവരോട് അടുക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ തന്നെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യണേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക ഇല്ലേ. പിന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. ചിലരുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള സർവ്വ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്ന് കുറച്ച് ന്യൂസിങ് പിടിക്കും. അപ്പം ഇപ്പം ഞാൻ എന്നെക്കുറിച്ചോ എൻ്റെ വീട്ടിലുള്ളവരെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയെന്ന് വെച്ചോ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരെന്നായിരിക്കും അവർക്കറിയാവുന്ന കുറച്ച് പേരെക്കുറിച്ചുള്ള ന്യൂസ് ഇങ്ങോട്ട് പറയും. നമ്മൾ ഈ കവലകളിലൊക്കെ പോയിരുന്ന ചർച്ച ചെയ്ത് ഈ നാട്ടിൻപുറത്തുള്ള ആണുങ്ങൾ ഒക്കെ കവലയിൽ പോയിട്ട് വരുമ്പം ആ നാട്ടിലെ സർവ്വ ചരിത്രവും പറഞ്ഞത്, ആ വീട്ടിലെ പെണ്ണ് ഒളിച്ചോടിപ്പോയി, ആ വീട്ടിലെ ചെറുക്കന് ഈ പണി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ചേട്ടൻ വിദേശത്തിന് പോയിട്ട് അവൻ തിരിച്ചു വന്നു, അവൻ്റെ കാരണം ഇതാ, അല്ലെങ്കിൽ അവൻ്റെ പെണ്ണുമ്പിള്ള അമ്മായിമ്മയായിട്ട് അട്ടിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ പറഞ്ഞേക്കാൻ പാടില്ലേ. എന്തുകൊണ്ട്? അതായത് അവിടെ ആ ഗ്യാങ്ങിൽ കൂടിയിരുന്നിട്ട് ഇവരിങ്ങനെ ഇരുന്ന് വീട്ടുകാരുടെ നാട്ടുകാരുടെ സർവ്വ ചരിത്രം ഇരുന്ന് പറയുന്നതുകൊണ്ടാണ്. ഇത് പറയുന്നവൻ്റെ വാല്യൂ തന്നെയാകും. അവൻ പറയുന്നത് മറ്റുള്ളവർ ആസ്വദിക്കും. അവരെന്നിട്ട് വീട്ടിൽ ചെന്നിരുന്ന് എന്താ പറയണമെന്ന് അറിയാം, അവൻ പറഞ്ഞതാ എന്ന് ഇവൻ പറയും. അവന് വേറെ പണിയൊന്നുമില്ല, അവൻ എല്ലാവരുടെ വീട്ടിലെ കാര്യം അന്വേഷിച്ചാൽ നടക്കുക എന്നിങ്ങനെയല്ലേ പറയുള്ളൂ. നമ്മൾ ഈ നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് ഇത് കേൾക്കാൻ കാരണം ടൗണിലും അല്ലെങ്കിൽ ഇച്ചിരി സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അതിന് സമയമില്ല. അവരപ്പം അവരുടെ പണിക്ക് അന്വേഷിച്ച് പോകുന്നു, അവർ വീട്ടിൽ കയറുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ഗ്യാങ്ങിൽ ആയിരിക്കും. അവരങ്ങനെ വന്ന് അധികം സംസാരിക്കില്ല. ഇങ്ങനെ ഈ പറയുമ്പം നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. അപ്പം സംസാരം കൊണ്ടാണ് അധികവും നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ. പിന്നെ നമ്മുടെ പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനാണെന്നും പറഞ്ഞാൽ അതിൽ ഒരു സഹായം. പിന്നെ നമ്മുടെ പറയുന്ന വാക്കിനൊരു വിലയുണ്ടായിരിക്കണം. അതായത് ഇന്ന സമയത്ത് നമ്മൾ ചെന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. ചിലർ കേട്ടിട്ടുണ്ടോ, രാവിലെ 5 മണിക്ക് നമുക്ക് പോകണം കേട്ടോ, യാത്ര അവിടെ നിന്നേക്കാൻ പറയും. 5 മണിയാകുമ്പം വേറെ ആളോടായിരിക്കും വിളിച്ചു പറയണത്. 5 മണിയാകുമ്പോൾ അയാളുടെ കുടുംബമായിട്ട് യാത്രയായിട്ട് റോഡ് സൈഡിൽ നിൽക്കുമായിരിക്കും. ഇയാളുടെ കൂടെ പോകാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കും ഇയാൾ 5 മണിയാകുമ്പോൾ എണീക്കണേ ഉള്ളായിരിക്കും. ഇവിടെ കുളിയും തേവാരോ എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു 6 മണി 6:30 ആകും. നമ്മൾ പറയുമ്പോൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കണം. കൃത്യം 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് മുമ്പ് ചെന്നാലും കുഴപ്പമില്ല, താമസിച്ച് ചെല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലേ വേണ്ടത്. ഓഫീസുകളിലൊക്കെ പഞ്ചിങ് കണ്ടിട്ടില്ലേ? 9 എന്ന് പറഞ്ഞാൽ 9-ന് പഞ്ചിങ്ങാണ് അവിടെ. അപ്പം ആ സമയത്ത് കൃത്യം നമ്മൾ ഓടിക്കളിച്ച് ചെല്ലും. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായിരിക്കണം. ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ വാക്ക് പറയാൻ പോകാതിരിക്കുക. എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊള്ളുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ. അപ്പം എപ്പോഴും നമ്മൾ ഓരോരുത്തരോട് ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ പറയുക. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂ കൂട്ടുന്നത്. ഒരു വ്യക്തിത്വം എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ വ്യക്തിയോട് ഇയാളൊരു നല്ല തോന്നില്ലേ നമുക്ക്. പക്ഷെ സംസാരം മോശമാണെങ്കിലോ അത് പോവുകയും ചെയ്യും. എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഒരു വ്യക്തിത്വം ആകുള്ളൂ കേട്ടോ. അയാളുടെ സംസാരം, അയാളുടെ വസ്ത്രധാരണ രീതി, അയാളുടെ പെരുമാറ്റം, പുഞ്ചിരി എല്ലാം കൂടെ ഒത്തു വന്നു കഴിയുമ്പം അയാൾ ഒരു പെർഫെക്റ്റ് വ്യക്തിയായിട്ട് മാറും. ചിന്തിച്ച് നോക്കി, ശരിയാണ് ഞാനീ പറഞ്ഞത്. അല്ലാതെ എല്ലാം ഉണ്ട്, വസ്ത്രധാരണവും എല്ലാ സംഭവവും ഉണ്ട്, പക്ഷേ സംസാരിക്കണ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട് വിട്ടു പോകുന്ന സ്വഭാവമാണ്. പ്രവൃത്തിയോ അതിലേറെ കഷ്ടമാണെങ്കിൽ നമ്മൾ അയാളെ ഇഷ്ടപ്പെടുകയില്ല. അയാളുടെ വാല്യൂ കുറഞ്ഞു പോവുകയുള്ളൂ. അപ്പം ഒരാളുടെ വില കൽപ്പിക്കുന്നത് അയാളുടെ രീതികളും അയാളുടെ പെരുമാറ്റവും അയാളുടെ വീട്ടിലും നാട്ടിലും ഒക്കെയുള്ള രീതികളും ഒക്കെയാണ്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മളുടെ വാല്യൂ ഉണ്ടോ നമുക്ക് തന്നെ ഒന്ന് കണക്കൂട്ടാൻ പറ്റില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താമോ എന്നൊക്കെ ചിന്തിക്കുക. വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ആർക്കും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന്. നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മളെ കൊണ്ടല്ലാണ്ട് വേറെ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? നമ്മൾ തന്നെ സ്വയം നമ്മളെ അങ്ങ് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.